ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച, ദൈവം മനുഷ്യന് വേണ്ടി മരിച്ച നല്ല വെള്ളിയാഴ്ചയുടെ ഓർമ്മ ലോകം മുഴുവൻ അയവിറക്കുന്ന പുണ്യദിനം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിരുന്നു. മനോഹരമായ ഇരടികൾ നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കുരിശ് വരച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നവരും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടക്കുന്നവരുമായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. അതെ, കുരിശ് നമുക്കൊരു സംരക്ഷണമാണ്. ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. നാം എപ്പോഴും കുരിശ് വരയ്ക്കുന്നത് അതൊരു സംരക്ഷണമായതുകൊണ്ടാണ്. ഈശോയുടെ വിശുദ്ധ കുരിശിനെ ധ്യാനിക്കുമ്പോൾ 2-3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നാമതായി, ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയാണ്. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ദൈവമായിരുന്നിട്ടും പിടകൾ സഹിച്ച് മരിച്ചത്. ഒരു കൊടും കുറ്റവാളിയെപ്പോലെ നീതിമാനായിരുന്നിട്ടും ഒരു കൊടും കുറ്റവാളിക്ക് ലോകം നൽകുന്ന ശിക്ഷയാണ് ഈശോയ്ക്ക് നൽകപ്പെട്ടത്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പിഴകൾ സഹിച്ച് മരിച്ചൊരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, ഈശോയുടെ മരണമെന്നത് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്, എന്നാൽ ഈശോ മരിക്കാൻ വേണ്ടി ജനിച്ചതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകരിലൂടെ അവിടുത്തെ മരണം പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ കുരിശിനെ ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആരും സങ്കടപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുരിശിൻ്റെ വഴിയിൽ ജെറുസലേം സ്ത്രീകളെ കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. അതെ, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആത്മാർത്ഥമായി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിനുള്ള കൃപ തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഈ നല്ല ദിവസം നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പാപത്തിൻ്റെ മേഖലകളിൽ അവിടുത്തെ കരുണ വർഷിക്കാൻ, കൃപ നൽകി അനുഗ്രഹിക്കാൻ, ഈശോയെ എന്ന് മനം നൊന്ന് വിളിക്കാൻ ഈ നല്ല ദിവസം നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും എന്ന് നമ്മളൊന്നും മറന്നു പോകരുത്. ദൈവപുത്രനായിരുന്നിട്ടും പൂർണ്ണ മനുഷ്യനായി സ്വന്തം ജീവിതത്തിൽ കുരിശുകൾ ഏറ്റെടുത്ത് ഏറ്റവും ദാരുണമായ മരണത്തിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിച്ചതുപോലെ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി, സഹോദരങ്ങൾക്കായി സഹനങ്ങൾ ഏറ്റെടുക്കുക, ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. മറ്റുള്ളവരുടെ കുറവുകൾ പരിഗണിക്കാതെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, നാം കണ്ടുമുട്ടുന്ന മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാനും പെറുപെറുക്കാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യാനുമുള്ളൊരു ആഹ്വാനമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് തരുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് മറ്റുള്ളവരോട് ഈശോയെ പ്രഘോഷിക്കാനും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രവൃത്തികൾ, വാക്കുകൾ എല്ലാം അവിടുത്തെ പിൻചൊല്ലാൻ ഉതകുന്നതായിരിക്കണം. ഉറക്കെ ഒരു പ്രാർത്ഥന ചൊല്ലാൻ, ഒന്ന് സ്തുതിക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയൊന്ന് പറയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മൾ. പരിമിതികളുടെ നടുവിലും ദൈവപുത്രനെ സധൈര്യം പ്രഘോഷിക്കാൻ, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും എന്ന ചിന്ത ഈ പീഡാനുഭവ വെള്ളി കുരിശിനെ ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുഃഖവെള്ളിയുടെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.